ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ധ്യാനട്ടന് സ്കൂൾ തുറക്കുകയായി. എന്നാ സ്കൂൾ തുറക്കണത്? നാളെയാണ് ധ്യാനട്ടന് സ്കൂൾ ഓപ്പണിങ്. ഇവർക്ക് 2-ാം തീയതി അല്ലാട്ടോ ഓപ്പണിങ്, 4-ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പൊ തലേ ദിവസമാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി, അവന്റെ സ്കൂളിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഒരു ദിവസം പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കണം, സ്കൂളിലേക്ക് കൊണ്ടുപോകണതിന്റെ പർച്ചേസിങ്ങിന്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ളത് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് പോണത് എടുക്കാൻ പറ്റിയില്ല. അവിടെ പോയിട്ടും നമുക്ക് പോണ വഴിയിലും കടകളിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയായിരുന്നു. അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ വിചാരിച്ചിരുന്നാ നമുക്ക് പോയി വാങ്ങി കൊടുന്നിട്ട് എന്താ ഐറ്റം എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ധ്യാനട്ടന് സ്കൂളിലേക്ക് പോകുമ്പോ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത്. പിന്നെ കണ്ണേട്ട ഇല്ല കേട്ടോ, കണ്ണേട്ടന് ബിസിയാണ്. അപ്പൊ അത് കാരണം കണ്ണേട്ട ഈ വ്ളോഗിലില്ല. ഞാനും ധ്യാനട്ടനും മാത്രമേ ഉള്ളൂ. അച്ഛന് ഇന്നലേക്ക് തിരക്ക് പിടിച്ചിട്ടാണ് പുറത്തേക്ക് പോകണം പറഞ്ഞിട്ട് തിരക്ക് പിടിച്ചിട്ടാണ് ഇന്നലും വരാണ്ടിരുന്നു, ഇന്നും വരാണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, അമ്മ പറഞ്ഞു ഇന്ന് വീഡിയോ എടുത്താലോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട് എടുക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ കണ്ണേട്ടനെ നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടണില്ല. അപ്പൊ പിന്നെ നമ്മൾ അന്ന് കൊടുന്നിട്ട് അത് അങ്ങനെ തന്നെ വെച്ചേക്കാണ്. വീഡിയോ എടുത്തിട്ട് എല്ലാം സെറ്റ് ആക്കാൻ. ഇനിയിപ്പോ ബുക്കൊക്കെ പൊതിയൊക്കെ വേണമല്ലോ. അപ്പൊ പിന്നെ എന്തായാലും അത് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ അങ്ങനെയാണ്ട് പൊതിയ വിചാരിച്ചു. അപ്പൊ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ ജലദോഷമുണ്ട്. കടയിലേക്ക് പോണതിന്റെ മുന്നേ തന്നെ ഞങ്ങളൊരു നീണ്ടൊരു ലീസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഞാനും ഇവനും ചേർന്നിട്ട് കുറച്ച് ലീസ്റ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ആ ലീസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ കടയിലേക്ക് പോയത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ വാങ്ങി എന്നുള്ളത് നിങ്ങക്ക് കാണിച്ചു തരാം. ഞാൻ തൊട്ടിപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആദ്യം ചെറിയ ഐറ്റം തുടങ്ങണ അതാ വലുതാ ആദ്യം എടുക്കണ്ട്? വലുതാ ആദ്യം എടുക്കണ്ട്? ധ്യാനുട്ടന് വാങ്ങിയതൊക്കെ ഇഷ്ടായി? വാങ്ങിയതൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാം ധ്യാനുട്ടന്റെ ഇഷ്ടത്തിനാട്ടോ വാങ്ങിയിട്ടുള്ളത്. നമ്മള് ഇന്നതെന്ന് പറയുമ്പോ അവന് പിടിക്കുന്നില്ല. പിന്നെ ഒന്നാമത് പോണേന്റെ മുന്നേ എന്നെ ഫോണിലൊക്കെ കണ്ടിട്ട് ഇന്നതുപോലത്തെ ഒക്കെ വാങ്ങണം എന്നും ആൾക്ക് ഉണ്ടായിരുന്നു. ഇവിടുന്ന് അവനൊരു ഐഡിയ ഉണ്ടായിരുന്നു, നമുക്കില്ലെങ്കിലും. അപ്പൊ നോക്കാലേ. ഇതാണ് അവന്റെ ബാഗ്. സ്പൈഡർമാന്റെ ബാഗ് വേണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം സ്പൈഡർമാൻ തന്നെയായിരുന്നു. ഈ പ്രാവശ്യം ഇതന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ വാങ്ങിയത്. അപ്പൊ ബാഗ് ധ്യാനത്തിന് ഇഷ്ടമായി. അവരോട് പറയും ബാഗ് ഇഷ്ടപ്പെട്ടു. ബോക്സ് അപ്പൊ ഇതിനെ പറ്റിയുള്ള കഴിഞ്ഞ ഇതില് പറയും. ബുക്കൊക്കെ വെച്ചിട്ട് ഇനി ഇതിലാവും ധ്യാനയുടെ ബുക്കൊക്കെ കൊണ്ടുപോവോ സ്കൂളിലേക്ക്? അല്ല, ധ്യാനയുടെ എത്രയൊക്കെ ജയിച്ചു അത് പറഞ്ഞോ? ധ്യാനോട്ടെ UKGക്കാണ്. ഇനി ധ്യാനോട്ടെ UKG ചെല്ലുമ്പോ LKGയില് ചെറിയ കുട്ടികളുണ്ടോ? ധ്യാനോട്ടെ ഏട്ടനായി അവരുടെയൊക്കെ അല്ലേ? അപ്പൊ ഇതാണ് ബാഗ്. ഇഷ്ടായില്ലേ? എനിക്ക് ഇഷ്ടായിട്ട ബാഗ്. കറക്റ്റായിട്ട് കാണണ്ടോ? നെക്സ്റ്റ് സ്ലേറ്റ്. ഇത് കവറിൽ നിന്ന് തുറന്നിട്ടില്ല. നമുക്ക് കവറിൽ നിന്ന് ഓപ്പൺ കൂടി ചെയ്താലോ? അതിന്റെ അടിയിലില്ലേ സ്ലേറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് ഞങ്ങള് തുറന്നിട്ട് തന്നെ അല്ലേ? ഇനി തുറന്ന് നോക്കട്ടെ. അമ്മ കയ്യിലെടുത്തിട്ട് മണുണ്ടല്ലേ ഇവിടെ? സ്ലേറ്റ്. എന്ത് സ്ലേറ്റ്? ആരുടെ സ്ലേറ്റ്? ബോക്സ് എടുക്കാൻ എന്തത്ര ധൃതി വെച്ചാല് ബോക്സിന്റെ കാര്യത്തിലായിരുന്നു അവന് ഈ ഒരു പ്രാവശ്യം. ഇന്നതുപോലെ വേണമെന്ന് അവൻ ഫോണിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ ഇവിടുന്ന് പോകുമ്പോഴെന്നെ എനിക്ക് അങ്ങനത്തെ ബോക്സ് തന്നെ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അതെന്നെ കിട്ടും ചെയ്തു. അത് കാരണം ധ്യാനോട്ടനെ അല്ല തുറക്കല്ല, സന്തോഷായിന്ന്. അപ്പൊ കവറുകൾ തോനുണ്ട്. കാരണം ബില്ലിടുമ്പോ എനിക്ക് വേണ്ട കുറച്ച് ഐറ്റംസും കൂടി ഞാൻ ബില്ലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം നമുക്ക് കവറുകളൊക്കെ തോനുണ്ട്.
ഇതെങ്ങനെ ചേർത്താ ഓടണത് എനിക്ക് കാണുന്നില്ല. അപ്പൊ ഫുള്ളൊക്കെ ഇതെന്ത് എടുക്കാൻ പറ്റും. ഇവിടെ ഫ്രണ്ട്സ് നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഇനി അടുത്തത് നിക്ക്. അപ്പൊ അവന് ഇവിടുന്ന് പോകുമ്പോഴേ ഉണ്ടായിരുന്നു അവന് അതങ്ങനെ ഓടിക്കണ കാറിന്റെ ബോക്സ് തന്നെ വേണമെന്ന് ഉണ്ടായിരുന്നു. അവൻ ഫോണില് ആരെ വീഡിയോ കണ്ടത്? ശിവയും ഗേവിയും. അപ്പൊ അവരുടെ ശിവയും ഗേവരി എല്ലാവരും കൂടി ശിവയും എന്താ പാപമൊക്കെ ആയിട്ട് പറയാണ്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പൊ ശിവയും ഗൗരിയൊക്കെ ഉള്ളൊരു വീഡിയോയില് അവൻ ഇതേപോലെ കാറിന്റെ ബോക്സ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിന്റെ ബോക്സ് ആണ്. അപ്പൊ ഞങ്ങൾ വെച്ചാൽ അത് ഓടണതാ. കാരണം ഞങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല. അപ്പം ഓടണതാവില്ല, ജസ്റ്റ് ചിത്രം മാത്രം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ശരിക്കും ഇത് ഓടുണ്ട്. ഇത് വന്നപ്പോഴേ കയ്യിൽ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ വാങ്ങി വെച്ചതാണ്, സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്നുണ്ട് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചതാണ്. അപ്പൊ ഈ കാറിന്റെ ബോക്സ് ആണ് കേട്ടോ അത്. ഒന്നുമില്ല, ഇവിടെ വെക്കാം, ഇത് എടുത്ത് താഴെയും വെക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. സാധാ കാറ് വാങ്ങണേക്കാട്ടിയും ഭംഗിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടെ ഈ കാറ്. ഇല്ലേ? ഇതാണ് ധ്യാനൂട്ടന് വാങ്ങിയാൽ ഏറ്റവും ഇഷ്ടമായി തോന്നുന്നു. അടുത്ത വർഷം ഞാൻ അംഗൻവാടി ആയിരുന്നപ്പോ വേറെ ബോക്സ് അംഗൻവാടി അല്ല, LKG വേറെ ബോക്സ് ആയിരുന്നു യൂണിക്കോണിന്റെ. അതിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ അതിങ്ങനെ പൊട്ടിപ്പോയി. ഇല്ലേ, ഇവിടുത്തെ രണ്ട് സൈഡത്തില്ലേ ആ വീഡിയോ. ആ ബോക്സ് നിങ്ങക്ക് കാണണമെങ്കിൽ ഞങ്ങൾ LKGക്ക് പോണ ആദ്യത്തെ വീഡിയോ കാണാൻ പറയും. അതിലുണ്ട് ഞങ്ങൾ LKGക്ക് പോകുമ്പോ വാങ്ങിയ ബോക്സ്. അപ്പൊ ആ വീഡിയോ കാണാൻ പറയൊരു ആ വീഡിയോ കാണാ. അപ്പൊ അതാണ് ധ്യാനൂട്ടന്റെ ബോക്സ്. അടുത്തത് കൊട, അമ്മയുടെ കൊട. ഞാൻ ഒരെണ്ണം വാങ്ങിയതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ LKGക്ക് പോണ സമയത്തും ഒരെണ്ണം വാങ്ങി. അത് കാരണവശാൽ എന്റേന്ന് കേട് വരില്ല, അത് എന്റേന്ന് അറിയാണ്ട് കീറി. അപ്പൊ ഞാൻ ഒരു കൊട വാങ്ങി. കളർ നല്ല ഇഷ്ടമായിട്ട്. എനിക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ബ്ലാക്കിനേക്കാളും ഇതൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി തോന്നി. ഒരു പ്രത്യേക ഒരു ഭംഗി. അപ്പൊ എനിക്കും കോടുണ്ട്. എന്റെ അമ്മ എന്നെ വഴിയിൽ നിർത്തണ്ടല്ലോ, വഴിയില് നമ്മുടെ ഇതിൽ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ബസ് സ്റ്റോപ്പിന്റെ അവിടേക്ക് കൊണ്ടുപോയിട്ട് ഒരു കോട മേടിച്ചിട്ടുണ്ട്. അത് അമ്മ കാണിച്ചെടുത്ത്. അതെന്താന്ന് വെച്ചാ ധ്യാനുട്ടൻ ബസ്സിലാണ് സ്കൂളിലേക്ക് പോണത്. അപ്പൊ പക്ഷെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അവൻ ബസ് കയറുന്നതിന്റെ അവിടേക്ക് കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ ഇതില് രണ്ടുപേരും കൂടി പോകുമ്പോ ഇവന്റെ ബാഗും പിന്നെ ഇവനെ എടുത്തിട്ട് പോകുമ്പോ എന്തായാലും നനയും. അപ്പൊ അവനൊരു കൊട നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോണതിന് വായി. പിന്നെ നമ്മൾ വീട്ടിൽ എടുക്കുമ്പോഴും പിന്നെ അതുപോലെ പുറത്തേക്കൊക്കെ പോകുമ്പോ നമുക്ക് എടുക്കാലോ. അപ്പൊ അത് കാരണം ധ്യാനുട്ടൻ ഈ പ്രാവശ്യം ഒരു കൊട വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം അതാർന്നോട്ടെ പ്രശ്നം. എന്റെ കയ്യിൽ കൊട ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അവനെ എടുത്തിട്ട് മഴ ഉള്ളപ്പോ എടുത്തിട്ടും ബാഗും അങ്ങനെ ആയിട്ടാണ് പോയിരുന്നത്. പക്ഷെ നനഞ്ഞേർന്നു. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ടായിരുന്നു ഇവനൊരു കൊട എന്തായാലും മസ്റ്റായിട്ട് വാങ്ങും. ഇതാവുമ്പോ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ പിടിച്ചാലും അവന് നടന്നു പോകുമ്പോ അവൻ നനയാണ്ടിരിക്കാൻ അവനൊരു കൊട ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ പ്രാവശ്യം നമ്മള് വാങ്ങി. അപ്പൊ ആദ്യത്തെ കൊട ഇത് കേട്ടോ. ധ്യാനുട്ടന്റെ ഈ കൊടയൊക്കെ ധ്യാനുട്ടനാണ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ ധ്യാനുട്ടന് കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ധ്യാനുട്ടൻ തന്നെയാട്ടോ ഇഷ്ടമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അവിടെ പോയിട്ട് ധ്യാനുട്ടൻ തന്നെയാണ് ധ്യാനുട്ടന് ഇഷ്ടമുള്ളത് എടുത്തിട്ടുള്ളത്. ഈ കൊടയും അങ്ങനെയാണ്. ഈ കൊടയുടെ വെള്ളം കുപ്പി ഇങ്ങനത്തെ വേറെ ഇതിൽ കാണണ്ടോന്ന് അറിയില്ല. ഒരു ബൈക്കിന്റെ പിക്ചറൊക്കെ ഉള്ള ഒരു കൊടയാണ് കേട്ടോ ഈ പ്രാവശ്യം ധ്യാനൂട്ടൻ വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ വേണ്ട വിചാരിച്ചിട്ട് ഒരു ചെറുതുണ്ടായിരുന്നു. അത് ആര് വാങ്ങിയതാണെന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അത് നല്ല ചെറുതായിരുന്നു. അവന് ഉപയോഗിക്കാൻ നടന്ന് പോകുമ്പോൾ സൈഡിൽ നിന്ന് മഴ എന്ന് പറയണ പോലെ. ഇത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കൊട വാങ്ങി. ഇതാരുടെ ഇഷ്ടത്തിന് വാങ്ങിയതാ? ഇഷ്ടായ? പിടിച്ചു നോക്കിയിട്ടില്ല. അയ്യോ. ഓക്കെ, അപ്പൊ അടുത്തത് ഒരു ചെറുത് സാധനം രണ്ടെണ്ണം. അത് ഒന്ന് സോസറ്റിയിലാണ്. സോസറ്റിക്ക് കൊടുത്തു. വീഡിയോയിൽ പറഞ്ഞു. പിന്നെ എന്താ ധ്യാനുട്ടെ അവിടെ കണ്ടപ്പോ അവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടപ്പോ ധ്യാനുട്ടെ സ്റ്റിക്കർ വാങ്ങിയതാണ് കേട്ടോ. ഇത് പോയി പിടിച്ചു. ഇത് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ബോക്സ് അതൊക്കെയൊന്നും എനിക്ക്. അപ്പൊ എന്താ പറയുക, ആർക്കൊക്കെ ഉണ്ടായിരുന്നറിയോ? എന്റെ ആൽമയ്ക്ക് ഉണ്ട്, ആസ്മയ്ക്ക് പിന്നെ ജാൽമയ്ക്ക് അതുകൊണ്ടാ ഞാൻ ഒരെണ്ണം വാങ്ങി. അല്ല അപ്പൊ LKG അവരുടെ കയ്യിലൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരെണ്ണം ഒന്നും മേടിച്ചില്ല. കഴിഞ്ഞ വർഷം ധ്യാനന്റെ ഫ്രണ്ട്സുകളുടെ കയ്യിൽ ഇത് എന്റെ ഫ്രണ്ട്സുകളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പൊ ഈ പ്രാവശ്യം ധ്യാനത്തെ കണ്ടപ്പോ ഓടിപ്പോയി എടുത്തു. അവരെ പോലെ എനിക്ക് വരണ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് എടുത്തു എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇതിന്റെ കഥ. ഇത് അൺബോക്സ് ചെയ്യാനൊന്നും ഇല്ല, ഇത് ഞൊട്ടിക്കാനല്ലേ ഉള്ളൂ. ഇതാ ഇനി നമുക്ക് ഒക്കെ ബുക്കിൽ ഒട്ടിക്കാം. അപ്പൊ സ്റ്റിക്കർ വാങ്ങി. ഇതെന്താ, എന്ത് ബോക്സ്? പറ, അവരോട് പറ. അടുത്തതായിട്ട് ധ്യാനൂട്ടന് വാങ്ങിയതാണ് എന്ത്, സ്നാക്സ് ബോക്സ്. അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ധ്യാനൂട്ടന് ഒരു കുഞ്ഞിതെടുത്ത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത്തിരി വലിപ്പം തോന്നി, കാരണം അത്രയ്ക്കുള്ള ഐറ്റം ഇല്ല, എന്നാ നല്ല കാനം ഉണ്ട്. അപ്പൊ അത് കാരണം ഈ പ്രാവശ്യം ചെറുതാണ് കേട്ടോ. ചെറുതെന്നല്ല, കൊണ്ടുപോകാൻ പാകത്തിനാണ് വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബോക്സ് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു മോഡലാണ് വാങ്ങിയത്. അപ്പൊ അത് ധ്യാനൂട്ടന് ഇഷ്ടത്തിനാണ് വാങ്ങിയത്. കാരണം ധ്യാനൂട്ടൻ ഓടി ചെന്നതില് എന്തോ പിക്ചർ, എന്തോ ബോൾ, അങ്ങനെ എന്തോ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ആൾക്ക് അത് തന്നെ വേണം പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പൊ അത് ഇത്തിരി വലിപ്പം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ആ പിക്ചർ നല്ല ഇഷ്ടമായി, അത് തന്നെ വേണം പറഞ്ഞപ്പോ പിന്നെ അത് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഈ പ്രാവശ്യം ഇത്തിരി ഒതുക്കത്തില് നമ്മള് കറക്റ്റ് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു ഐറ്റാണ് കേട്ടോ വാങ്ങിയത്. സ്നാക്സ് ബോക്സിന് ഇഷ്ടായില്ലേ? ഇത് തുറന്ന ഉണ്ണി, തുറക്കാൻ കിട്ടണ നോക്കിയേ. ഇവിടെ കേറി ഇരിക്കേ, മെല്ലെ തുറക്കണം. ഇനിയിപ്പൊ അഥവാ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ടീച്ചറോട് പറയണം. അല്ലെങ്കിൽ ഇത് തുറക്കണോട് കൂടി സാധനങ്ങളൊക്കെ തെറിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കഴിക്കാൻ കിട്ടില്ല. അപ്പൊ മെല്ലെ തുറക്കണം. ഓക്കെ, അപ്പൊ ധ്യാനത്തിന്റെ സ്നാക്സ് ബോക്സ് അതൊക്കെ എടുക്ക. അവന് ഓരോന്ന് കാണിക്കാന് ദീർഘ. നെക്സ്റ്റ് ഐറ്റം പറയേ, എന്താണ് ഏതാണെന്നൊക്കെ. വെള്ളം കുപ്പി, വാട്ടർ ബോട്ടിൽ. ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചൂലോ. വാട്ടർ ബോട്ടിൽ ഇങ്ങനെയാണ് കുടിക്കുക. ഇതിന്റെ ലോട്ടുണ്ട്, ഇങ്ങനെ കുടിക്കാം. അപ്പൊ ധ്യാനനെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഏതിന്റെയാണ്? സ്പൈഡർമാനോട് ഞങ്ങൾക്ക് ഇത്തിരി ആരാധന ഉണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾ സ്പൈഡർമാന്റെ ആണ് ഈ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഐറ്റം എത്ര വാങ്ങിയുള്ളതെന്ന് കയ്യും കണക്കൂല്ല. പറയട്ടെ, അതൊക്കെ അത് ലാസ്റ്റ്. ശരി, പറ സ്വപ്ന. ഞാൻ അച്ഛന്റെ ബഹുബലി നമ്മുടെ വീട്ടിക്ക് നമ്മുടെ വീട്ടിക്ക് വന്നിട്ട് വെള്ളം കുടിച്ചതൊക്കെ സ്വപ്നം കണ്ടു. ബാഹുബലി വെള്ളം കുടിച്ചതാണ് ഞാൻ എന്റെ സ്വപ്നം കണ്ടത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാ, ഇത് കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ബോട്ടിൽ ധ്യാനട്ടനൊരു 5, 6, 7 കണക്കില്ല അത്ര വാങ്ങിയിട്ടുണ്ടായിരുന്നു. ധ്യാനട്ടൻ താഴെട്ട് പൊട്ടിക്കണത് ഈ ഒരു ഐറ്റം ആയിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ധ്യാനട്ടൻ എന്താ ചെയ്യാ? സ്പൈഡർമാനാണ്. ധ്യാനട്ടൻ ഈ പ്രാവശ്യം വെള്ളം കുപ്പി ശ്രദ്ധിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞ് ധ്യാനട്ടൻ എന്താ ചെയ്യാ? എടുത്തേക്കും. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ വെള്ളം കുപ്പി ശ്രദ്ധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോയിലാണ്, അവരോടും കൂടിയിട്ടാണ് വീഡിയോയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കേട് വന്ന ഞാൻ നിങ്ങളോട് പറയണ്ട്. ഇത് എത്ര ദിവസം ഉണ്ടാവും അറിയില്ല. പിന്നെ അവരും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രായം അതാണല്ലോ അല്ലേ. രണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോ ഞാൻ കുട്ടി എന്തൊരു ഡയലോഗ് പറയില്ല, എന്താ പറയാ, അതൊക്കെ അങ്ങനെ ഉണ്ടാവും. അച്ഛമ്മോടൊരു ഡയലോഗ് പറയാറില്ലേ വികൃതി കാണിക്കുമ്പോ? പ്രായത്തിന്റെ ആണാ എന്തൊക്കെ പറയും, അതൊക്കെ പ്രായത്തിലുള്ളതാ. അതൊക്കെ പ്രായത്തിലുള്ളതാ. ഞാനോട്ട് എന്റെ അച്ഛമ്മോട് പറയണേ, ഓരോന്നൊക്കെ വികൃതി കാണിച്ചേടാ അങ്ങനെ ചെയ്യലടാ ഇങ്ങനെ ചെയ്യലടാ എന്ന് പറഞ്ഞാൽ അവ അച്ഛമ്മോട് പറയും അതൊക്കെ ആ പ്രായത്തിലുള്ളതാണ് പറയും. അപ്പൊ അത് കാരണം ഇതൊക്കെ ഈ പ്രായത്തിലുള്ളതാണെങ്കിലും ശ്രദ്ധിക്കണം. അവനെന്റെ വെള്ളം കുപ്പി ഒക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു വെക്കണം. ധ്യാനത്തിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ധ്യാനത്തിന് 1 മണിക്കൂറോളം ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഓരോ സാധനങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്താ ധ്യാനൂട്ടാ? അപ്പൊ ഇത് ധ്യാനൂട്ടൻ നാളെ തൊട്ടിട്ട്
വെള്ളം കുടിക്കും, ശ്രദ്ധിക്കും. ഇതാരാ അൺബോക്സ് ചെയ്തേക്കണ്? അച്ഛനാ? സ്വത്തുട്ടി വന്നിട്ടാണല്ലോ ഇങ്ങനെ കീറി. നിങ്ങൾ രണ്ടുപേരും തുറന്നത് തോന്നുന്നു. അച്ഛനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് മൂന്നുപേരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവര് 3 പേരും കൂടിയിട്ട് ഇവിടെ ഇരിക്കുണ്ടായിരുന്നു. ഇത് ഇവര് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പെൻസിലിന് പോക്കും പിന്നെ വാട്ടർ ബോട്ടിൽ കളയലൊക്കെ ആയിരുന്നു. സ്ലേറ്റ് പെൻസില് ആളുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അത് അവിടുന്ന് ചെറിയ തുണ്ടാണെങ്കിൽ അത് ബാഗിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ പൊട്ടൂല്ലേ? പൊട്ടും. പക്ഷെ അപ്പൊ ഓരോരുത്തർ വലുതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടും. എന്നാലും ആളത് ചെറിയ തുണ്ടാണെങ്കിലും അത് എടുത്ത് ബാഗിലിട്ടിട്ട് കൊണ്ടുവരും കേട്ടോ. പിന്നെ എക്സ്ട്രീ കൊണ്ടുവരാറുണ്ട് ഇല്ലേ ഫ്രണ്ടിന്റെ ഒക്കെ. അപ്പൊ ഇതിൽ വെച്ചത് പൊട്ടിക്കണ്ട, അപ്പൊ തന്നെ പൊട്ടിക്കണ്ട. അപ്പൊ ധ്യാനട്ടന്റെ സ്ലേറ്റ് പെൻസിൽ സ്ലേറ്റിൽ എഴുതിയിട്ട് ധ്യാനട്ട പഠിക്കും. അതാണ് ഇതിനർത്ഥം. അടിക്കില്ല. ഇതൊക്കെ വാങ്ങി തന്നിട്ടുള്ളത് സ്ലേറ്റില് എഴുതി പഠിക്കണം. അടുത്തത് അപ്പൊ ഇത് ധ്യാനട്ടന്റെ സ്കെച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഒന്നും ആവശ്യമില്ല. എന്നാലും ഞാനൊരു കുഞ്ഞൊരു സ്കെച്ചിന്റെയും കൂടി എടുത്തുട്ടാ. ഇനി എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഇനി വരികയാണെങ്കിൽ A4 ഷീറ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെച്ചെങ്കിൽ ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ടീച്ചർ നമ്മളോട് പറഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ സ്കെച്ച് വാങ്ങാൻ. പക്ഷെ ഞാനൊരു ചെറുത് വാങ്ങി വെച്ചു എന്ന് മാത്രം. അപ്പൊ ഒരു സ്കെച്ച് വാങ്ങി. പിന്നെ ക്രയോൺസ് ഒക്കെ ധ്യാനൂട്ടന്റെ ഓൾറെഡി ഉണ്ട്. പക്ഷെ അച്ഛമ്മ എനിക്ക് ഒന്ന് മേടിച്ചു. പിന്നെ എനിക്ക് ക്രയോൺസ് ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒരു സ്കെച്ച്, എനിക്കും അമ്മയ്ക്ക് ഒരു സ്കെച്ച് മേടിച്ചു. അപ്പൊ ഓൾറെഡി അവന്റെ കയ്യിലുണ്ട് ക്രയോൺസും പെൻസിലിന്റെ കളറിങ്ങും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇതൊന്ന് വാങ്ങി, ചെറുതാണ് വാങ്ങിയത്. അപ്പൊ സ്കെച്ച്. അടുത്തത് ഇതിലുള്ളത് ഇതാണ് കേട്ടോ, നെയിം സ്ലിപ്പാണ്. പക്ഷെ ഇത് നമ്മൾ വാങ്ങിയതല്ല കേട്ടോ. ഇത് അമ്മ ധ്യാനട്ടന് സ്വത്തുട്ടിക്കും കൂടിയിട്ട് തന്നതാണ്. ഇതില് ബെൻടന്റെ ആണ് കേട്ടോ. ബെൻടനാണ് കൂടുതലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ധ്യാനട്ടൻ നെയിം സ്ലിപ്പ് എടുത്തപ്പോ മറ്റേ സ്പൈഡർമാന്റെ ആണ് കേട്ടോ വാങ്ങിയത്. ഈ പ്രാവശ്യം ഇത് അമ്മ ഞങ്ങൾ കടയിലേക്ക് പോണതിന്റെ അന്നോ അതിന്റെ തലേനാളോ കൊണ്ട് തന്നപ്പോ പിന്നെ നമ്മൾ നെയിം സ്ലിപ്പ് വാങ്ങിയില്ല, ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മള് വേറെ വാങ്ങിയില്ല. ഇതെന്താണ്? ബെൻടൻ. ഇത് ഞാനോട്ട് ടിവിയിലോ ഫോണിലോ തന്നെ കണ്ടിട്ടുണ്ടോ? സംശയം ഉണ്ടോ? ഇവിടെ പെൻസിലുകളും അതേപോലെ കട്ടറും റബ്ബറൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് തന്നെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇവിടെ തോനെ ഇരിക്കുന്നുണ്ട്. എന്നാലും നമ്മള് ഒരു സെറ്റ് ഇതേപോലെ വാങ്ങിട്ടോ, കട്ടറും റബ്ബറും പെൻസിലും ഇതായിട്ട്. അത് ഇവിടെ എടുത്തതാണ്, ഞങ്ങൾ എടുക്കണ്ട വിചാരിച്ചു. കാരണം ഇവിടെ ഉണ്ടല്ലോ വിചാരിച്ചു. നോക്കുമ്പോ പിന്നെ അവിടെ ഇരിക്കണപ്പോ ഇതൊരു സെറ്റ് വേണം എന്ന് ഇവ അവിടുന്ന് എടുത്തു. അപ്പൊ പിന്നെ ഞാൻ അവിടെ വെക്കണ്ട, അവൻ എന്തായാലും ഇഷ്ടമായിട്ട് എടുത്തല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടു. പിന്നെ ഇനിയിപ്പോ അവർക്ക് പുതിയത് എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവൂലോ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ പുതിയത് തന്നെയാണ്, അത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അവിടെ എനിക്ക് പേന വാങ്ങിയതാണ് കേട്ടോ. 5 ഉണ്ട് ഇതില്, ഈ ഒരു സെറ്റില്. ഇത് ധ്യാനൂട്ടന്റെ നോട്ട് ബുക്കാണ് കേട്ടോ. ഇതില് 6 ഉണ്ട്. 6 ഉണ്ട്. പക്ഷെ ഇവർക്ക് 5 വേണ്ട കേട്ടോ. അപ്പോ 2 4 ലൈൻ കോപ്പി ഉണ്ട്, പിന്നെ 2 ലൈൻ കോപ്പി മലയാളത്തിന്, പിന്നെ അതേപോലെ സ്ക്വയർ നോട്ട് മാത്സിന്, പിന്നെ ഒരു റഫ് നോട്ട്. അങ്ങനെ ടോട്ടൽ 5 കേട്ടോ ടീച്ചർ പറഞ്ഞത്. ഞാൻ ഒരെണ്ണം എക്സ്ട്രാ വാങ്ങി. വീട്ടിൽ ഞാൻ എന്തെങ്കിലും അഥവാ എഴുതിപ്പിക്കാൻ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവന് വീട്ടിൽ വന്നാല് എന്തെങ്കിലുമൊക്കെ എഴുതിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ പ്രാവശ്യം ഞാൻ ഒരു നോട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടല് 6 നോട്ട് ബുക്കാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒക്കെ ചെറുതാണ് കേട്ടോ വാങ്ങിയത്. അത് കണ്ണേട്ടൻ പറഞ്ഞിട്ടാണ്. കണ്ണേട്ടൻ പറഞ്ഞ് എന്തിനാ വലുത് വാങ്ങണത്, കഴിഞ്ഞ അഥവാ പിന്നെ വാങ്ങല്ല വേണ്ട, അപ്പൊ എന്തിനാ ഇങ്ങനെ കനം ഏറ്റിക്ക് പോണത്. അപ്പൊ ചെറിയ നോട്ട് ബുക്കുകളാണ് കേട്ടോ വാങ്ങിയത്. കർച്ചീഫ് വാങ്ങിയത്. അത് കണ്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടില്ല? ഞാൻ തന്നെ ഒരു 4 കർച്ചീഫ് വാങ്ങിയിട്ടാ. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു 2 വാങ്ങി അവിടെ ഇരിക്കണ്ട, അത് ഉപയോഗിച്ചിട്ടില്ല. എന്നാലും ഞാനൊരു അവനല്ലെങ്കിൽ ഒന്ന് കുളി കഴിഞ്ഞ ഒരു ജലദോഷവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പൊ ഞാന് കർച്ചീഫ് 4 വാങ്ങിട്ടോ. നല്ല സോഫ്റ്റ് ഉള്ള കേട്ടാ, നല്ല രസമുള്ള സോഫ്റ്റ് ഉണ്ട്. അപ്പൊ 4 കർച്ചീഫ് ഇതേപോലെ വാങ്ങിട്ടോ. അത് ട്രൗസർ നല്ല
ധ്യാനോട്ടൻ ട്രൗസർ വാങ്ങിയതാണ് കേട്ടോ. ഞാൻ അതിനൊരു കുറവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി കളർ. ഇതെന്താ കളറ്? ബ്ലൂ, കാപ്പി കളർ, ഗ്രീൻ, ബ്ലൂ, ഇത് ഡാർക്ക് ബ്ലൂ. അപ്പൊ അങ്ങനെ ഒരു 4 എണ്ണം വാങ്ങി, ട്രൗസർ വാങ്ങിട്ടോ. ഞാൻ അടുത്തത് ബനിയൻ. ഇത് ആവശ്യമൊന്നുമില്ല, വേറെ യൂണിഫോമിന്റെ ഒപ്പം ഇടേണ്ട ആവശ്യമില്ല. വേറെ യൂണിഫോം തന്നെ ഒരു ബനിയൻ മോഡലാണ്. അപ്പൊ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാന് 2 എണ്ണം വാങ്ങി. അഥവാ എന്തെങ്കിലും ആവശ്യത്തിന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ബാഗ് കേട്ടോ. അടിപൊളി ബാഗ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ വാങ്ങണ സമയത്ത് എനിക്ക് അത്ര ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി ബാഗ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പ്രൊമോഷൻ അല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് കൊണ്ട് പറഞ്ഞതാണേ. പിന്നെ ഇതൊക്കെ വാങ്ങാൻ പോണതിന്റെ മുന്നേ തന്നെ നമുക്ക് ധ്യാനത്തിന് സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാണ്. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഇതിലുള്ളത്. അപ്പൊ ധ്യാനത്തിന്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇത്. ഇത് 6 ബുക്കാണ് കേട്ടോ ഉള്ളത്. 6 ബുക്ക് ഉണ്ട്. ഇതിൽ 3 എണ്ണം വർക്ക് ബുക്കാണ് കേട്ടോ. അങ്ങനെ എഴുതി പഠിക്കാനൊക്കെ ആയിട്ടുള്ള വർക്ക് ബുക്കുകളാണ്. ടേം 1, 2, 3 അങ്ങനെ 3 ടേമിന്റെ ആയിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ ഈ ബുക്ക് ഉള്ളത്. അതേപോലെ ഇതാണ് ടെക്സ്റ്റ് ബുക്ക്. ഇതും ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം അവർക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. ടേം 1 ഒരു ടെക്സ്റ്റ് ബുക്ക്, ടേം 2, ടേം 3 അങ്ങനെ കൊണ്ടുപോകണ്ടുള്ളൂ. അപ്പോൾ ഒരു ബുക്കിൽ തന്നെയാണ് അവർക്ക് ഇംഗ്ലീഷ്, GK, പിന്നെ അതേപോലെ മലയാളം, മാത്സ് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ EVS എന്ന് പറയണ GK. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനോട്ടെ വെള്ളം ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും ഒക്കെ കളയിൽ സ്ഥിരം പരിപാടിയായിരുന്നു. സ്വത്തോട്ടി ഉണ്ട്. അവനെ കാര്യം പറയുമ്പോ വേറൊരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു വീക്ക്നെസ് അല്ലേ. ആ ഡെപ്പെടുത്തോളെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ധ്യാനത്തിന് ഇത്ര ഐറ്റംസ് തന്നെ വാങ്ങി. പിന്നെ പ്ലേറ്റ് ഒക്കെ ധ്യാനത്തിന് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ആണ് വാങ്ങി. ഇനി നമ്മളൊന്നും കാണിച്ചു കൊടുക്കാൻ മറന്നിട്ടില്ലല്ലോ. എന്താ ബുക്ക്? ഏത് ചട്ടർന്നത്? ശരി. ബ്രൗൺ പേപ്പർ ആണ് കേട്ടോ ധ്യാനം പറഞ്ഞത്. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാങ്ങിയിട്ട് ബാക്കിയുള്ളതാണ്. ഇതാണ് ഈ പ്രാവശ്യം പോയപ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോ ഓപ്പൺ ചെയ്തു. സ്വത്തുട്ടിക്ക് ബുക്ക് പൊതിയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇതിന്ന് എടുത്തു. ധ്യാനുട്ടന്റെ ബുക്കൊക്കെ പൊതിയാൻ പോവാണ്. പിന്നെ അതേപോലെ നെയിം സ്ലിപ്പ് ഒട്ടിക്കണം, സ്റ്റേപ്ലെയർ അടിക്കണം. സ്റ്റേപ്ലെയർ ഒക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും വേണ്ട, ഇതൊക്കെ ഇനി വേണ്ടോ. പിന്നെ ധ്യാനോട്ടന്നെ യൂണിഫോം ഒരു ജോഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ജോഡി കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ട്. എന്നാലും അത് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ അത് കാരണം ഒരു ജോഡിയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഴക്കാലല്ലേ, അപ്പൊ ഞാൻ ഒരു ജോഡിയും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഷൂ വാങ്ങണോന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴക്കാലല്ലേ, അപ്പൊ ഷൂ വാങ്ങിയിട്ടില്ല. അവന് ഓൾറെഡി ചെരുപ്പുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇടുന്നത്. നല്ല UKG പോയിട്ട് ജയിക്കും, ട്രോഫി അടിക്കും. പിന്നെ ഒന്നും ഇത്രയുള്ളൂ. ഞാൻ ഇനി ഇത് കാണിച്ചിട്ടുണ്ട്. ഞാൻ നന്നായി പഠിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കണം. എന്തിനാ അവര് പ്രാർത്ഥിക്കേണ്ടത്? ഞാന് ജയിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ധ്യാനട്ടന്റെ നല്ലൊരു ഭാവിയിലേക്ക് നിങ്ങളും പ്രാർത്ഥിക്കണം എന്നാണ് ധ്യാനട്ടൻ പറയണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രന്നെ ഉള്ളൂ. ധ്യാനോട്ട് ഇനി സ്കൂളിലേക്ക് പോണ ഒരു വീഡിയോ ഞങ്ങള് എന്തായാലും അടുത്തത് ഇടണ്ട് കേട്ടോ. ധ്യാനോട്ട് ഈ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ UKGക്ക് പോണത്. ധ്യാനോട്ട് LKGക്ക് പോയിട്ട് ധ്യാനോട്ട് നല്ല ഇഷ്ടമായി. ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയില്ലേ, നല്ല ഇഷ്ടമായി. ആദ്യം കുറച്ച് കറിയൊക്കെ ചെയ്തൂലേ, എന്നാലും ഓക്കെ ആയി. അപ്പൊ ഇനി ഈ പ്രാവശ്യം പോകുമ്പോ കറിയോ? എന്താ കറിയാത്ത?
അത് ഞാൻ വലിയ കുട്ടിയായി. ഓ ധ്യാനട്ടൻ വലിയ കുട്ടിയെന്നാ പറയണത്, ധ്യാനട്ടൻ കരയില്ലാന്നാ പറയണത്. അപ്പൊ എന്തായാലും നമുക്ക് അത് കണ്ടറിയാം. നമുക്ക് ഇനി സ്കൂളിൽ പോണ വീഡിയോ ഞാൻ എന്തായാലും എടുക്കും. കരയുണ്ടോ കരയില്ലേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും